കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഉമ്മ വിളിച്ചിട്ട് വല്ലാതെ കരയുകയുണ്ടായി. ക്യാൻസർ ബാധിച്ചിട്ട് അവരുടെ വലത് സൈഡിലെ മാറിടം മുറിച്ച് കളയേണ്ട അവസ്ഥ വന്നു. ഇപ്പോൾ ഇടത് സൈഡിലേക്കും ആ ക്യാൻസർ ബാധിക്കുന്നുണ്ട്. അതും മുറിച്ച് കളയണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പറഞ്ഞിട്ടാണ് അവർ കരയുന്നത്. കൂടുതൽ കാലം ഒന്നും ആയിട്ടില്ല, കാരണം 30-35 വയസ്സെന്തേ ഉള്ളൂ ആ ഉമ്മക്ക് പ്രായം. അള്ളാഹു അവർക്ക് എത്രയും പെട്ടെന്ന് ഷിഫാ നൽകുമാറാകട്ടെ. അള്ളാഹു ഷിഫാ നൽകുമാറാകട്ടെ. അവർക്ക് ചെറിയ മക്കളുണ്ട്. ആ മക്കളെ സംബന്ധിച്ചിടത്തോളം ഉമ്മ നഷ്ടപ്പെടുക എന്നുള്ളത് വല്ലാത്ത വേദനയാണ്, അല്ലേ? ഇതിങ്ങനെ മൂർച്ഛിച്ച് അടുത്ത അവയവങ്ങളിലേക്ക് ബാധിച്ച് എന്ത് ചെയ്യും? ശരീരത്തെ കാർന്ന് തിന്നു തീർക്കുകയാണല്ലോ. ഇതുപോലെ രോഗികളായി കഴിയുന്ന എത്രയോ ആളുകളുണ്ട്. രോഗം പിടിമുറുക്കുമ്പോൾ വല്ലാതെ മനുഷ്യൻ ഒന്നുമല്ല എന്നുള്ള തോന്നൽ വരാറുണ്ട്. മനുഷ്യൻ ഒന്നുമല്ല എന്ന് മനുഷ്യൻ മനസ്സിലാക്കുന്ന ഒരു രംഗമാണ് രോഗം വരിക എന്നുള്ളത്. എത്ര മാരക രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ മരുന്നുകൾ ചികിത്സിക്കുന്നതോടൊപ്പം തന്നെ ആത്മീയമായ ചില ചികിത്സകൾ നമ്മളുടെ കൂടെ വേണം. ആത്മീയമായ ചില മരുന്നുകൾ നമ്മളുടെ കൂടെ വേണം. കാരണം നമുക്ക് ലഭിക്കുന്ന ഈ ഭൗതികമായ മരുന്നുകളിൽ എന്തെങ്കിലും പിഴവുകളൊക്കെ സംഭവിച്ച് നമുക്കത് നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അതിന് റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു കാവൽ കൂടെ നമുക്ക് ലഭിക്കണം. അതിനാണ് ഈ ആത്മീയമായ മരുന്നുകൾ നമ്മൾ കൈമുതലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് വലിയ കൊടിയ രോഗങ്ങളിൽ നിന്നും, എത്ര വലിയ മാരകമായ രോഗങ്ങളിൽ നിന്നും രക്ഷ കിട്ടാനുള്ള ചില വഴികൾ മഹാന്മാർ പഠിപ്പിച്ചു തന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാനൊന്ന് പറഞ്ഞു തരാം. വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ചില ദുആകളും ദിക്റുകളും ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് പറഞ്ഞു തരാം. അള്ളാഹു എല്ലാ മാരക രോഗങ്ങളിൽ നിന്നും എന്നെയും നിങ്ങളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് എത്രയും പെട്ടെന്ന് കാമിലായ ശമനത്തോടുകൂടി അള്ളാഹു നൽകുമാറാകട്ടെ. വീഡിയോ മുഴുവനായി കേൾക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹമ്മ വമിൻ കുല്ലി ഐനിൻ ലാം. അല്ലാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. വന്നുപോയ അപാകതകൾക്ക് അല്ലാഹു മാപ്പ് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും കൊണ്ട് ദുആരക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ഷിഫാ നൽകട്ടെ, ശമനം നൽകട്ടെ. അല്ലാഹു എല്ലാവർക്കും റാഹത്തും സന്തോഷവും സലാമത്തും നൽകട്ടെ. എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, ഉപ്പമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, ഒരുപാട് സങ്കടങ്ങൾ കൽബിലുള്ളവരുണ്ട്, അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു ഉമ്മ വിളിച്ചിട്ട് വല്ലാതെ കരയുകയുണ്ടായി. ഞാൻ വലിയ തിരക്കിൽ നിൽക്കുന്ന സമയത്താണ് അവർ വിളിച്ചത്. പക്ഷേ അവരുടെ കരച്ചിൽ കേട്ടപ്പോൾ എനിക്ക് നിങ്ങൾ പിന്നെ വിളിക്കുക എന്ന് പറയാൻ തോന്നിയില്ല. ഞാനത് കേട്ടു. എന്തേ കാരണം? കുറഞ്ഞ പ്രായം 30-35 വയസ്സൊന്തേ ഉള്ളവർക്ക് പ്രായം പറഞ്ഞത്. 40 വയസ്സിൽ താഴെയുള്ള ഒരു ഉമ്മ അവരുടെ വലത് മാറിടം മുറിച്ചു കളഞ്ഞു. ഇടത് ഭാഗത്തേക്കും ഇപ്പോൾ ക്യാൻസർ ബാധിച്ചിട്ട് അത് മുറിച്ചു കളയണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഈ ശരീരത്തിലേക്ക് അതിങ്ങനെ വ്യാപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ദ്വാരക്കണം എന്ന് പറഞ്ഞ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് വിളിച്ചത്. അള്ളാഹു സലാമത്ത് നൽകട്ടെ. അള്ളാഹു സലാമത്ത് നൽകട്ടെ. ദുആയാണ് ഏറ്റവും വലിയ ആയുധം. ദുആയാണ് ഏറ്റവും വലിയ നമ്മുടെ കൈ മുതലാക്കി വെക്കേണ്ട ആയുധമാണ് ദുആ. അദ്ദുആഉ മുഖുൽ ഇബാദ. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളിലൊക്കെ മജ്ജ എന്ന് പറയുന്ന ദുആയാണ്. അള്ളാഹു ആ ഉമ്മക്കൊക്കെ പരിപൂർണ്ണ ഷിഫാ നൽകട്ടെ. എത്രയോ ആളുകൾ അങ്ങനെ നമ്മുടെ പരിസരങ്ങളിലുള്ളവരുണ്ടില്ലേ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ, മാരകമായ രോഗങ്ങളിൽ പിടിപെട്ടു പോയവർ, ശാരീരികമായി വല്ലാതെ ഇടങ്ങേറായി കിടക്കുന്നവർ, മാനസികമായി ബുദ്ധിമുട്ടുന്ന ആളുകൾ. അള്ളാഹു എല്ലാവർക്കും ഷിഫാവും ശമനവും കാമിലായ ആജിലായ ദവാ അള്ളാഹു അവർക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലേക്ക് ഒരു രോഗത്തെ പടച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു മരുന്നുകൂടെ പടച്ചിട്ടേ അള്ളാഹു അതിനെ സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയച്ചിട്ടുള്ളൂ എന്ന് നബിതങ്ങൾ പറയാണ്. അള്ളാഹു ഒരു രോഗത്തെ പടച്ചു. ആ രോഗത്തിനുള്ള മരുന്നും അള്ളാഹു പടച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഭൂമിയിലേക്ക് ആ രോഗത്തെ ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അത് പക്ഷേ കണ്ടെത്തുന്നിടത്ത് മനുഷ്യൻ പരാജയപ്പെടുമ്പോഴാണ് നമുക്ക് മാറാരോഗങ്ങളെന്നൊക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ മാറാരോഗം എന്നുള്ളൊരു രോഗമില്ല. ഒരു രോഗവും മാറാത്തതായിട്ടില്ല. എല്ലാ രോഗങ്ങൾക്കുള്ള മരുന്ന് അള്ളാഹു ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അത് കണ്ടുപിടിക്കപ്പെടുന്നിടത്തുള്ള വീഴ്ചയാണ് മനുഷ്യന് മാറാരോഗമായിട്ട് മാറുന്നത്, അല്ലേ? ഇപ്പോൾ മുൻകാലങ്ങളിൽ ക്യാൻസറിന് മരുന്നില്ലായിരുന്നു. ക്യാൻസറിന് ഒരു കാലഘട്ടത്തിൽ മരുന്നില്ലാത്ത രോഗമായിരുന്നു, മാറാരോഗമായിരുന്നു. പക്ഷേ ഇപ്പോൾ ക്യാൻസറുകൾക്ക് മരുന്നുണ്ട്. പല മരുന്നുകളും കണ്ടുപിടിക്കപ്പെട്ടിരിക്കും. ഇങ്ങനെ തുടങ്ങിയിട്ട് വ്യത്യസ്തങ്ങളായ കാലയളവ്, ഇങ്ങനെ കാലം മാറും തോറും ഓരോ മരുന്നുകൾ ഇങ്ങനെ കണ്ടുപിടിക്കൊണ്ടേയിരിക്കുക. ലോകം വളരുകയാണല്ലോ. അള്ളാഹു എല്ലാ രോഗങ്ങളിൽ നിന്ന് ഷിഫാ നൽകട്ടെ. അപ്പോൾ എത്ര വലിയ മാരക രോഗങ്ങൾ വന്നാലും നമ്മളിപ്പോൾ മരുന്ന് കഴിക്കുന്നു, ഓക്കെ, അത് വേണ്ട എന്നല്ല. പല ആളുകളും ചിലപ്പോൾ എന്ത് ചെയ്യും? ചില ആളുകൾക്കുണ്ട്, നമ്മളിപ്പോൾ റിസ്ക് വിശാലമാകാൻ, അല്ലെങ്കിൽ ജോലി, സമ്പത്ത് ലഭിക്കാൻ, കടം തീരാൻ, ഇങ്ങനത്തെ ഒക്കെ ദിക്റുകൾ പറയുമ്പോൾ ചില ആളുകൾക്ക് തോന്നലുണ്ട് ഇതും ചൊല്ലിയിരുന്നാൽ കാര്യം നടക്കുമെന്ന്. ഇതിങ്ങനെ ചൊല്ലി വീട്ടിൽ കുത്തിയിരുന്നാൽ മതിയെന്ന്, അല്ലേ? അങ്ങനെ ഉണ്ടോ? ചില ആളുകൾക്ക് ചില ധാരണ അങ്ങനെയാണ്. ഇത് ഈ ദിക്റും ചൊല്ലി ഇങ്ങനെ കുത്തിയിരുന്നാൽ അള്ളാഹു ഇങ്ങനെ എന്ത് ചെയ്യും? അവൻ്റെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുമെന്ന് ചില ആളുകൾക്ക് ധാരണയുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ പൈസ കിട്ടുക? അങ്ങനെയാണോ സമ്പത്ത് കിട്ടുക എന്നുള്ളത്? സമ്പത്ത് അധികരിക്കുക എന്നുള്ളത് അങ്ങനെയാണോ? അല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്പത്തിൻ്റെ വഴികൾ നമുക്ക് തുറന്നു തരുമെന്നാണ്. ജോലിക്ക് പോകണം,
ജോലിക്ക് പോകാതെ പൈസ കിട്ടുക എന്നുള്ളത് വ്യാമോഹമാണ്. വെറുതെ കുത്തിയിരുന്നാൽ നൽകാൻ കഴിവില്ലാത്തവരൊന്നും അല്ല അള്ളാഹു. അങ്ങനെ തെറ്റിദ്ധരിച്ചു പോകാൻ പാടില്ല, അങ്ങനെ തെറ്റിദ്ധരിക്കാൻ പാടില്ല. മഹതിയായ മറിയം ബീബി റളിയല്ലാഹുവിന് അവിടുത്തെ റൂമിന്റെ ഉള്ളറയിൽ ഇരുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തുനിന്ന് ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, ഒരാളുടെ സഹായം ഇല്ലാതെ. മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം റൂമിലേക്ക് കയറി വന്നപ്പോൾ, എന്താണ് മറിയം നിന്റെ റൂമിൽ എന്താ ഈ പരിസരത്തെങ്ങും കിട്ടാത്ത ഫ്രൂട്ട്സുകളാണല്ലോ ഇരിക്കുന്നതെന്ന്. അള്ളാഹ് ഇറക്കി തന്നാണ്. മന്നവസ്സൽവ ഇറക്കി കൊടുത്തു മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായത്തിന്. ആകാശത്ത് നിന്ന് ഡയറക്റ്റ് ഭക്ഷണം ഇറക്കി കൊടുത്തു. അപ്പോൾ ഇറക്കാൻ കഴിവില്ലാത്തവനൊന്നുമല്ല അള്ളാഹു. അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് എനിക്ക് സമ്പത്ത് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാളിങ്ങനെ ദിക്ർ ചൊല്ലിയിരിക്കുക, അത് വേണ്ട എന്നാണ് പറഞ്ഞത്. അങ്ങനെ ചെയ്യേണ്ട. മറിച്ച് എന്ത് ചെയ്യുക, മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തി തന്നത് ജോലിക്ക് പോകണം, ജോലി ചെയ്യണം, അതോടൊപ്പം തന്നെ റബ്ബിനോട് റബ്ബെ എൻ്റെ സമ്പത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, കടങ്ങൾ തീർത്തരണേ അല്ലാ, അതിനുള്ള ദിക്ർ നബിതങ്ങൾ പഠിപ്പിച്ചെന്ന ദിക്റുകൾ, മഹാന്മാർ പഠിപ്പിച്ചെന്ന ദിക്റുകളൊക്കെ കൂട്ടത്തിൽ ചൊല്ലണം. അള്ളാഹു നമുക്കൊരു സഹായമായി ചെയ്തു തരും, നമുക്കതിനുള്ള വഴികൾ തുറന്നു തരും. അപ്പോൾ തെറ്റിദ്ധരിച്ചു പോകേണ്ട, തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നവരിൽ പെട്ടുപോവുകയും വേണ്ട കേട്ടോ. ഞാനപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇതുപോലെ തന്നെ രോഗത്തിൻ്റെ വിഷയം. ഒരു രോഗം വന്നു, അതിന് ചികിത്സിക്കണം, ഡോക്ടറെ കാണണം, മരുന്ന് കഴിക്കണം. അതോടൊപ്പം തന്നെ ഇനി ഈ തരുന്ന മരുന്ന്, ഇപ്പോൾ ഡോക്ടർ നമുക്ക് മരുന്ന് തന്നു, ഡോക്ടറാണ്, മനുഷ്യനാണ്, പിഴവുകൾ സംഭവിക്കാം. എത്രയോ കേസുകൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. ഓപ്പറേഷൻ ചെയ്ത രോഗിയുടെ വയറ്റിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, കത്തി മറന്നുപോയ സംഭവം വരെ നമ്മുടെ ഈ അടുത്ത കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ തന്നെ കണ്ടവരാണ്. അപ്പോൾ പിഴവുകൾ ആർക്കായാലും സംഭവിക്കാം, മനുഷ്യരാകുന്ന ആളുകൾക്ക് പിഴവ് സംഭവിക്കും. അപ്പോൾ ആ പിഴവ് നമുക്ക് നൽകിയ മരുന്നിൽ സംഭവിച്ചു പോകാൻ പാടില്ലല്ലോ. നമുക്കൊരു മരുന്ന് തന്നു, അതിൽ പഴിച്ചു പോകാൻ പാടില്ല. അപ്പോൾ റബ്ബിൻ്റെ മുമ്പിൽ ഒരു കാവലേൽപ്പിക്കുകയാണ്, അള്ളാഹുവേ ഞാൻ എന്നെ ദിക്ർ ചൊല്ലുന്നുണ്ട്, എനിക്ക് നീ കാവൽ നൽകണേ അല്ലാ, ഈ നൽകിയ മരുന്ന് കൊണ്ട് എനിക്ക് ഷിഫാ ലഭിക്കണം. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലാതെ രോഗം വന്ന ഉടനെ ദിക്റും ചൊല്ലി ഇങ്ങനെ ഇരുന്നു, രോഗം മൂർച്ഛിച്ചു മരിച്ചുപോയി, അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ ചൊല്ലിയ ദിക്ർ കൊണ്ട് പ്രശ്നമായി, അങ്ങനല്ല. മറിച്ച് അങ്ങനല്ല ചെയ്യേണ്ടത്. അത് ചെയ്യല വലിയ അബദ്ധമാണ്. ഇനി അങ്ങനെ ചെയ്തു എന്ന് കരുതിയിട്ട് ഒരാൾക്ക് രോഗം മാറൂല എന്നൊന്നുമില്ല. റബ്ബ് മാറ്റാൻ കഴിവുള്ളവനാണ്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് സ്വഹാബത്ത് പല വിഷയങ്ങളും പറഞ്ഞു വരുമ്പോൾ നബി തങ്ങൾ ദിക്ർ ചൊല്ലാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. ദവാഇന് പകരം മരുന്നായിട്ട് ചൊല്ലാൻ പറഞ്ഞു കൊടുക്കലുണ്ട്. അപ്പോൾ ദിക്ർ ചൊല്ലി എന്ന് കരുതിയിട്ട് എന്താണ് രോഗം മാറൂല എന്നുള്ള ഒരു പറച്ചിലുമില്ല. മറിച്ച് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, രോഗം ചികിത്സിക്കണം, അതോടൊപ്പം തന്നെ ആത്മീയമായ ചികിത്സയും ചെയ്യണം. ഇൻഷാ അല്ലാഹ് കൂട്ടത്തിൽ പറഞ്ഞു വരുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ രോഗങ്ങൾ മാറിക്കിട്ടാൻ ഷിഫാ ലഭിക്കാനുള്ളൊരു മരുന്ന് ഷാഫി എന്ന ഇസ്മുണ്ട്. അള്ളാഹുവിൻ്റെ ഇസ്മുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഷാഫി എന്ന ഇസ്മു. ആരെങ്കിലും ഒരാൾ എത്ര വലിയ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവനാണെങ്കിലും അലാ കുല്ലി ദവാഇൻ, എല്ലാ മരുന്നുകളുടെ മേലും നിൽക്കുന്നതാണെന്ത്, ഈ ഒരു ദിക്ർ, യാ ഷാഫി എന്ന ദിക്ർ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ ഒരു രോഗത്തിന് മരുന്ന് കഴിക്കുന്നുണ്ട്, മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ ആ മരുന്നിലേക്ക്, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, മരുന്ന് കഴിക്കാത്ത ആളാണ്, മരുന്നൊന്നും കഴിക്കണില്ല, എന്നാൽ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് എന്ത് ചെയ്യുക, മന്ത്രിക്കുക. ഈ പറഞ്ഞ രൂപത്തിൽ യാ ഷാഫി എന്ന ദിക്ർ 391 തവണ 391 തവണ യാ ഷാഫി എന്ന ദിക്ർ ആ മരുന്നിലേക്ക് മന്ത്രിച്ച്, അല്ലെങ്കിൽ ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ചിട്ടാവണം അത് കുടിക്കുക, കഴിക്കുക, മരുന്ന് കഴിക്കുക. ആ മരുന്നിൽ അള്ളാഹു ഷിഫ നൽകുന്ന, ആ മരുന്ന് പഴിച്ചു പോകില്ല. ആ മരുന്ന് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ എന്ത് ചെയ്യും, അത് ഫലം ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഇനി ചെയ്യുന്ന സമയത്ത് മരുന്ന് കഴിക്കുമ്പോൾ, ഇപ്പോൾ വാപ്പാക്കോ ഉമ്മാക്കോ ഒക്കെ മരുന്ന് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അതിലേക്ക് 391 തവണ ഈ ഒരു ദിക്ർ ഒന്ന് ചൊല്ലി മന്ത്രിച്ചിട്ട് എന്ത് ചെയ്യുക, അവർക്ക് കൊടുക്കുക, അവർക്ക് ഷിഫാ ലഭിക്കണം. അള്ളാഹു എത്രയോ ആളുകൾ അങ്ങനെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, അള്ളാഹു അവർക്കൊക്കെ ഷിഫാ നൽകട്ടെ. ഇനി ഞാനൊരു ദിക്ർ കൂടെ അതിൻ്റെ കൂടെ പറഞ്ഞുതരാം. എത്ര വലിയ കൊടിയ, അപ്പം വിഷം തീണ്ടിയ ആളുകൾക്ക് പോലും രക്ഷ കിട്ടുന്ന മരുന്നായിട്ട് മഹാന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്ത് ഈ പറയാൻ പോകുന്നത്, ഏത്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഷാഫി ആണല്ലോ. അപ്പോൾ അവൻ്റെ ആ ഷാഫി എന്ന ഇസ്മ ചേർത്തിട്ടുള്ള, അല്ലെങ്കിൽ ആ ഷാഫി എന്ന ആ ഒരു വിളി ചേർത്തിട്ടുള്ള എന്താണ് ഒരു ദിക്റാണ്. യാ മനിസ്മുഹു ദവാഉൻ വ ദിക്റുഹു ഷിഫാഉൻ. ഈ ഒരു ദിക്ർ, ഈ ഒരു ദുആയാണെന്ത്, യാ മൻ ഇസ്മുഹു ദവാഉൻ, യാ മൻ ഇസ്മുഹു ദവാഉൻ വദിക്റുഹു ഷിഫാഉൻ. ഇതൊരു ദിക്റായിട്ട് ചൊല്ലാൻ പറ്റുന്നതാണ്. യാമൻ, അല്ലേ ഒരുത്തൻ, ആരാണ്, ഇസ്മുഹു ദവാഉൻ, അവൻ്റെ ഇസ്മു, അവൻ്റെ പേര് തന്നെ മരുന്നാണ്, അവൻ്റെ പേര് മരുന്നാണ്. വദിക്റുഹു ഷിഫാഉൻ, അവനെ പറയൽ രോഗശമനവുമാണ്. അത് അള്ളാഹു ആണ്, ഇല്ലേ? അള്ളാഹുവിൻ്റെ പേര് ഷാഫി എന്ന പേര്, ആ ഷാഫി എന്ന പേര് നമുക്കുള്ള മരുന്നാണ്. അതുപോലെ അവനെ പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിൻ്റെ ആ ഷാഫി എന്ന നാമം ഉരുവിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഷിഫാ ലഭിക്കും. ഇങ്ങനത്തെ ഈ ദിക്ർ, യാ മനിസ്മുഹു ദവാഉൻ വ ദിക്റുഹു ഷിഫാഉൻ എന്ന ഇസ്മ ആരെങ്കിലും ഒരാൾ പതിവാക്കിയാൽ, ജീവിതത്തിൽ ഇങ്ങനെ പതിവാക്കി, എന്നാൽ മാരകമായ ഒരു രോഗങ്ങളും അയാളിൽ പെട്ടുപോകൂല, മാരകമായ ഒരു രോഗത്തിലും അയാൾ അടിമപ്പെട്ടു പോകൂല, മരുന്നിലായി കഴിയേണ്ട അവസ്ഥ വരില്ല. എത്ര വലിയ രോഗങ്ങളിൽ കഴിയുന്നവരാണെങ്കിലും അള്ളാഹു വലിയ ഷിഫാ നൽകും. നമ്മുടെ കുടുംബത്തിലൊക്കെ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളിൽ എത്രയോ ആളുകൾ, അവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ അള്ളാഹു ശമനം നൽകട്ടെ. നമ്മൾ ചൊല്ലിയ ഗുണം എന്താ, ഇപ്പം നമുക്ക് രോഗങ്ങളൊന്നുമില്ല, അൽഹംദുലില്ലാഹ്. എന്നാൽ രോഗങ്ങൾ വരാതെ നമ്മുടെ ശരീരത്തെ, നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയില്ലല്ലോ, അല്ലേ?
നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ, നമ്മുടെ ഭക്ഷണ ക്രമം തെറ്റിയുള്ള ഭക്ഷണങ്ങൾ, അപ്പോൾ ഇതൊക്കെ നമുക്ക് രോഗങ്ങൾ വരാനുള്ള കാരണമാവും. നമ്മുടെ ഇപ്പോൾ ഉള്ളിൽ പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ ഒന്ന് ചെക്ക് ചെയ്യുക, ബോഡി ചെക്കപ്പ് ചെയ്താൽ അറിയാൻ പറ്റും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു രോഗമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞെളിഞ്ഞു പിടിച്ച് നടക്കുമ്പോൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്കൊരു രോഗവും വരുത്താതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷനായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു ദിക്ർ കൂടിയാണ് യാ മനിസ്മുഹു ദവാഉൻ വ ദിക്റുഹു ഷിഫാഉൻ. ജീവിതത്തിൽ പതിവാക്കുക. അതുപോലെ ഷാഫി, യാ ഷാഫി എന്ന ദിക്ർ ഇൻഷാ അല്ലാഹ് 391 തവണ എല്ലാ ദിവസവും മുടങ്ങാതെ ചൊല്ലി വെള്ളത്തിലേക്ക് മന്ത്രിച്ച് അത് കുടിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് രോഗികൾക്ക് അത് മന്ത്രിച്ച് അവരുടെ മരുന്നിലേക്കോ അല്ലെങ്കിൽ വെള്ളത്തിലേക്കോ മന്ത്രിച്ച് അവർക്കും അത് കഴിക്കാൻ കൊടുക്കുക. അള്ളാഹു എല്ലാ രോഗങ്ങൾക്കും ഷിഫാ നൽകട്ടെ. എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ഏത് വലിയ മാരക രോഗങ്ങളിൽ കഴിയുന്നവരാണെങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ അള്ളാഹു ഷിഫാ നൽകും. ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്ർ നിങ്ങൾ കൈമുതലാക്കണേ എന്ന് വസിയത്ത് നിങ്ങളുടെ ഒരു അനിയൻ്റെ രൂപത്തിൽ വസിയത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാം. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.